നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്. ജീസസ് കിഡ്സ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും വിളനിലമായിരിക്കുന്ന ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കാടിനകത്തട്ടിൽ കൊച്ചു കഥകൾ വിളമ്പിത്തരാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാർ. അവരുടെ അടുത്തേക്ക് പോകാം. കാട്ടിലെ കൂട്ടുകാർ. അങ്ങനെ സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞു. കഴിഞ്ഞ 2 മാസം പോയത് എങ്ങനെയാണെന്ന് അറിഞ്ഞേയില്ല. അത് നേരാട്ടാ. കളിയും ചേരിയും വരുന്നു പോക്കും എല്ലാം ഒരു രസായിരുന്നു. ഇനി പുതിയ ക്ലാസ്, പുതിയ ടീച്ചർ, എന്ത് രസമായിരിക്കും. ഭയങ്കര രസമായിരിക്കും. അല്ല, നിങ്ങളൊക്കെ പുതിയ ബാഗ് വാങ്ങിയ? പിന്നെ ദേ ഇതുണ്ടല്ലോ എന്റെ പുതിയ ബാഗാ. കണ്ടോ കണ്ടോ? എന്റെ അങ്കിള് സിംഗപ്പൂരിന്ന് കൊണ്ടുവന്ന പുതിയ ബാഗാ ഇത്. എനിക്ക് കഴിഞ്ഞ വർഷത്തെ ബാഗ് തന്നെ ഇപ്പോഴും. ഓ, അത് ശരിയാണല്ലോ. എന്താ ഗംഭീർ പുതിയ ബാഗ് വാങ്ങാഞ്ഞത്? ഒന്നും പറയണ്ട മോട്ട്. പപ്പയ്ക്കാണെങ്കിൽ പണിയില്ല, വീട്ടിലെ അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ല. അതുകൊണ്ട് ഒന്നും വാങ്ങാൻ പറ്റില്ലെന്നേ. അയ്യോ, അങ്ങനെ കഷ്ടം വെക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ പരിഭ്രമോ വിഷമൊന്നുമില്ല കാര്യത്തില്. അതങ്ങനെ വേണ്ടത്. ഗംഭീരെ അങ്ങനെ ഇരിക്കണേ, വല്ലാണ്ട് വിഷമിച്ചിട്ട് എന്താ കാര്യം? ഗംഭീരെ, നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോ അത് മനസ്സിലൊതുക്കി ജീവിക്കാൻ കഴിഞ്ഞ ജീവിതത്തിൽ നമ്മൾ വിജയിക്കും. ഞാൻ പറഞ്ഞില്ല കൂട്ടുകാരെ, എനിക്കെന്റെ പപ്പയുടെ അവസ്ഥ നന്നായിട്ടറിയാം. തീർച്ചയായും ആ ഒരു കാഴ്ചപ്പാട് ഗംഭീറിനെ ഉയരങ്ങളിലെത്തിക്കും. ഇങ്ങനെ സംസാരിച്ചിട്ട് നടന്നാലേ ഇപ്പോഴേ ഉയരങ്ങളിലെത്തും. വൈകിയതിന് ബെഞ്ചിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോ നല്ല ഉയരാ. ഈശ്വര, അപ്പൊ ഞാൻ നേരെ വേഗം സ്കൂളിൽ പോകാൻ നോക്കാം. പഴയ ഓടയെടുക്കാതെ മറന്നു. സ്കൂളിൽ എത്തുമ്പോഴേക്കും നനയാതിരുന്നാ മതിയായിരുന്നു. സ്കൂളിൽ എത്തിയിട്ട് വേണം ഈ ബാഗ് എല്ലാരെയും കാണിച്ചൊന്ന് ഷൈൻ ചെയ്യാൻ. എല്ലാവർക്കും പുതിയ ബാഗും കൂടെയൊക്കെ ഉണ്ടാവും. എന്നാലും പുതിയ ടീച്ചറാ, ഇത് നേരെ വൈകി ആദ്യ ദിവസം തന്നെ നല്ല ചീത്ത കേൾക്കേണ്ടി വരും. എന്റെ ഈശ്വര, എല്ലാവരും പുതിയ ബാഗും കൊടയൊക്കെ ആയിട്ടെന്ന് വന്നിരിക്കുന്നത്. ഞാൻ മാത്രം പഴയ ബാഗായിട്ട്. പപ്പേനെ പറഞ്ഞിട്ട് എന്താ കാര്യം? പണമില്ലാത്തോണ്ടല്ലേ. കളിയാക്കുന്നവര് കളിയാക്കട്ടെ. ഈ വർഷം കൂടി ഇത് കൊണ്ടുപോകാന കാര്യം. മോനെ, മോന്റെ വിഷമം അമ്മയ്ക്ക് മനസ്സിലായി. എന്തു ചെയ്യാനാ? പപ്പയുടെ കൈ പണമില്ലാത്തത് കൊണ്ടല്ലേ. സാരില്ലമ്മേ, എനിക്ക് അതുകൊണ്ടൊരു വിഷമമില്ല. മോനെ, മോന്റെ വിഷമമൊക്കെ ഒരു ദിവസം മാറും, തീർച്ച. അമ്മ വിഷമിക്കാതിരിക്കെ. ഞാൻ പറഞ്ഞില്ല എനിക്കൊരു വിഷമമില്ല എന്ന്. സാരില്ലമ്മേ, ഈ ഒരു വർഷം ഞാൻ ഈ ബാഗ് കൊണ്ടോളാം. മഴയില്ലാത്തതുകൊണ്ട് ആരും കൊണ്ടെടുത്തില്ല അല്ലേ? പറഞ്ഞത് ശരിയാ. പക്ഷേ ഈ ഗംഭീർ കൊടയെടുക്കാഞ്ഞതേ മഴയില്ലാത്തതുകൊണ്ടൊന്നും അല്ല കേട്ടോ. പിന്നെ എന്തുകൊണ്ടാ? പഴയതായത് കൊണ്ട്.
കണ്ടില്ലേ, ബാഗ് പോലും കീറിപ്പറഞ്ഞൊരു ബാഗാ. പപ്പീസേ, എന്തിനാ വെറുതെ പാവത്തിനെ കളിയാക്കുന്നേ? കളിയാക്കിയതോ? പിന്നെ പഴയ ബാഗിന് പുതിയതെന്ന് പറയാൻ പറ്റുമോ? ഓരോരുത്തർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവട്ടാ. ഓ, ഒരു ബാഗ് വാങ്ങാൻ അതിന് മാത്രം പണമൊന്നും വേണ്ടാന്നേ. ഇത് കണ്ടോ, എന്റെ ബാഗ് വെറും 500 രൂപയുള്ളൂ. നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം പറയ് പ്ലീസ്. ദരിദ്രന്മാരുടെ കഥയല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് എന്ത് പറയാനാ? ഞാനത് പറയുന്നില്ല. എന്താ, നമുക്ക് വേഗം നടക്കാൻ നോക്കാം. ചെന്നിട്ട് ക്രിക്കറ്റ് കളിക്കാനുള്ളതാ. അമ്മ ഓട്ടോനെ കാണുന്നില്ലല്ലോ. ഇങ്ങനെ സ്കൂളിൽ പോയി ആരും കളിയാക്കില്ലല്ലോ. ആ കീറി ബാഗില്ലാത്തത് നല്ലത്. ആ ഗംഭീരെ, കുറെ നേരമായ കാത്തിരിക്കുന്നു. ഇല്ല മോട്ടു, ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. അല്ല, ഗംഭീറിന്റെ ബാഗ് എവിടെ? എന്നെ കളിയാക്കിയതുകൊണ്ട് ഞാനത് എടുത്തില്ല മോട്ടു. ഗംഭീരെ, ഇങ്ങനെ പുസ്തകം കയ്യിലെടുത്ത് നടന്ന കൈ വേദനിക്കില്ലേ? കയ്യല്ലേ വേദനിക്കും മോട്ടു, മനസ്സ് വേദനിക്കില്ലല്ലോ. എന്നാലും ഗംഭീരെ. മോട്ട് വിഷമിക്കാതെ വാ, നമുക്ക് പോകാനാകാം. ചെന്നിട്ട് ഒത്തിരി കാര്യങ്ങളുള്ളതാ. ഇടാ കപിലേ, ദേ നോക്ക്, എങ്ങനെയുണ്ട് ഈ ബാഗ്? എന്തായാലും നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്. പാവം ഗംഭീർ എത്രമാത്രം വിഷമിച്ചെന്നോ പാവം. ആ പപ്പീസേ എന്തുമാത്രം ഗംഭീറിനെ കളിയാക്കുന്നോ? അല്ലപ്പെട്ടു, ഈ ബാഗിന് എന്ത് വിലയായി? 400 രൂപയായി. വിഹിതം ഞാൻ തരാട്ടാ. ആയിക്കോട്ടെ, ഞാൻ വളരെ കുറച്ചു പേരോട് പണം സ്വരൂപിച്ച ഗംഭീറിന് ഈ ബാഗ് വാങ്ങിയത്. അതേ മോട്ടോ, ഞാനും എനിക്ക് കഴിയാവുന്ന സഹായം ഞാൻ ചെയ്യാം. അത് മതി കപിലെ, നമ്മളും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരണം. അപ്പറഞ്ഞത് ശരിയാട്ടാ. ഈ ബാഗ് കിട്ടുമ്പോ ഗംഭീറിന് എന്ത് സന്തോഷമാകുമെന്നോ. എന്തായാലും മോട്ടു ഈ ബാഗ് എത്രയും പെട്ടെന്ന് ഗംഭീറിന് കൊണ്ടുപോയി കൊടുക്ക്. അത് നേരെ, എന്തായാലും ഞാനിത് കൊണ്ട് കൊടുക്കട്ടെ. അപ്പോ ശരി, നാളെ കാണാം കേട്ടോ. ബൈ ബൈ. ഇത്രക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. കൂട്ടുകാരെ, നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ ഗംഭീറെ? എന്തായാലും കൂട്ടുകാരെ, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, സ്നേഹത്തിന് മുത്തുകളാ. ഇതാരായി കൂവി വിളിക്കുന്നേ? എന്താ കപിലെ, എന്താ ഓടി വന്നത്? നിങ്ങൾ അറിഞ്ഞോ? അതെ, പപ്പീസ് ഇന്നലെ പുഴയിൽ വീണു. അയ്യോ, എപ്പോ? എന്നിട്ട്? ഇന്നലെ സ്കൂള് വിട്ട് വരുന്ന വഴിക്ക് പുഴയിൽ ഇറങ്ങിയതാ. ഒഴുക്കിൽ പെട്ടുപോയി. എന്നിട്ട് ഒഴുക്കിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടു. പക്ഷെ ബാഗും പുസ്തകവും കോടയും എല്ലാം ഒഴുകിപ്പോയി. എന്നിട്ട് പപ്പീസ് ഇപ്പൊ എവിടെയാ? വീട്ടിലുണ്ട്. വമ്പൻ സാറ് പറഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ പോയി പുസ്തകങ്ങളെല്ലാം തന്നെ വാങ്ങി പപ്പീസിന് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. പാവം പപ്പീസ്. എന്റെ ദൈവമേ, ഏത് നിമിഷത്തിലാണാവോ ആ പുഴയിലിറങ്ങാൻ തോന്നിയത്. ഞാൻ ഗംഭീറിനെ കളിയാക്കി ഇപ്പൊ പുസ്തകവും കയ്യിൽ ഗംഭീരെ, ദേ നമ്മുടെ പപ്പീസ്. എന്താണ്ടായത്? എന്താ പറ്റിയേ? ഒന്നും പറയണ്ട കൂട്ടുകാരെ, എല്ലാം എന്റെ അഹങ്കാരമാ. സാരമില്ല പപ്പീസേ, ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. എന്റെ പുസ്തകമൊക്കെ പോയി, കൊട പോയി, ബാഗ് പോയി, എല്ലാം പോയി. ഇതൊക്കെ നമുക്ക് വാങ്ങാന്നേ. വീട്ടിൽ നിന്ന് പപ്പ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇനി ബാഗും കൊടയൊന്നും ഇക്കൊല്ലം വാങ്ങി തരുന്നത്. ഞാൻ വികൃതി കൊണ്ടാ പുഴയെ ചാടിയത്. എല്ലാം എനിക്ക് കരയാതെ പപ്പീസേ, കരയാതെ. സദ്യകളില്ല, നമ്മള് തരണം ചെയ്യണം. ശരിയല്ല? അത് നമുക്ക് എന്തായാലും ശരിയാക്കാം. പുസ്തകങ്ങൾ കിട്ടിയല്ലോ, ഇനിയിപ്പോ ബാഗ് വേണം പപ്പീസിന്. നല്ലൊരു ബാഗ് ഞാൻ തരും. പപ്പീസ് ഇത്രയും നാള് നല്ല ബാഗും കൊണ്ട് നടന്നതല്ലേ. ബുക്കൊക്കെ പുറത്തേക്ക് എടുത്താ ഈ ബാഗ് പപ്പീസ് എടുക്ക്. എന്നിട്ട് ബാഗില് പപ്പീസിന്റെ പുസ്തകം വേഗം വെച്ചേ. ഇത് ഗംഭീറിന് പുതിയ ബാഗോ? ഇതെവിടുന്നാണ്? പപ്പീസ് ഈ പുതിയ ബാഗ് എന്റെ ഈ കൂട്ടുകാർ തന്നതാ. ഇതിപ്പോ ആവശ്യം പപ്പീസിന്. അപ്പൊ പിന്നെ ഗംഭീറിനോ? എന്റെ പപ്പീസ് ആ പഴയ എന്റെ കീറി പൊളിഞ്ഞ ബാഗ് ഇപ്പോഴും വീട്ടിൽ കിടക്കില്ലേ. പപ്പീസേ, ഗംഭീർ സന്തോഷത്തോടെ തരുന്നതല്ലേ, അത് വാങ്ങ. പറഞ്ഞ ശരിയാ. നന്ദിയുണ്ട് കൂട്ടുകാരെ, നന്ദിയുണ്ട്. ഞാൻ ഈ ഗംഭീറിന് ഒരുപാട് കളിയാക്കി. പക്ഷെ ഇപ്പൊ എന്റെ പപ്പീസിനെ ആപത്ത സമയത്ത് സഹായിക്കുന്നവരെ യഥാർത്ഥ സുഹൃത്തുക്കള്. അതെ പപ്പീസേ, മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്നവർക്ക്
എന്നും ദൈവത്തിന്റെ സഹായഹസ്തങ്ങൾ ഉണ്ടാവും. ഏത് പ്രതിസന്ധിയിലും ആപത്തിൽ നിന്നും രക്ഷപ്പെടും. അതെ. മനസ്സിലായി കൂട്ടുകാരെ, മനസ്സിലായി. ഇനി മുതൽ ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയും നല്ലൊരു കൂട്ടുകാരനുമായിരിക്കും. അതെ പപ്പീസ്, നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും എന്തും മനസ്സുണ്ടാവണം. അതിന് സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് വചനപാഠങ്ങളിലേക്ക് പോകാം. നമ്മെ പഠിപ്പിക്കാൻ കാത്തിരിക്കുകയാണ് ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ, ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. അങ്കിൾ, ആ ഞാൻ ഇന്ന് പാട്ട് പഠിച്ചു. ഓ, ടിങ്കു പുതിയ പാട്ടൊക്കെ പഠിച്ചു. എവിടെന്നാ പഠിച്ചത്? വെക്കേഷൻ ക്ലാസ്. ഓ, കഴിഞ്ഞ വെക്കേഷനിൽ തനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. VBS എന്നൊക്കെ പറയുന്ന പരിപാടിയിൽ പോയിരുന്നു. കൂട്ടുകാരൊക്കെ പോയായിരുന്നോ? പോയി കാണാം അങ്കിൾ. ഓക്കെ, അപ്പോൾ പുതിയ പാട്ടൊക്കെ പഠിച്ചിട്ടാണ് നമ്മുടെ ടിങ്കു ഇന്ന് വന്നിരിക്കുന്നത്. ഓട്ടെ, ഏത് പാട്ടാണ് പഠിച്ചത്? ഞാൻ പാടട്ടെ. ആ, ഓക്കെ. കർത്താവിന്റെ കൂടെയുണ്ട്, ആ ഞാൻ പേടിക്കില്ല. ആ എന്തിനാ പേടി, ആ എന്തിനാ പേടി, ആ എന്തിനാ പേടി, ഓ, വെരി ഗുഡ്. എന്തിനാ പേടി, ആ എന്തിനാ പേടി, ആ എന്തിനാ പേടി. ഇഷ്ടമാട്ടോ? ഓ, നല്ല പാട്ടാണ്. കർത്താവ് കൂടെയുള്ളപ്പം ഞാൻ പേടിക്കില്ല, അല്ലേ? നല്ല പാട്ടായിരുന്നു കേട്ടോ. ഇത് പറഞ്ഞപ്പോൾ അങ്ങളുടെ മനസ്സിലൊരു കഥ ഓർമ്മ വരുന്നുണ്ട്. ഓക്കെ, കഥ കേൾക്കുന്ന ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഓക്കെ, ഒരിക്കൽ ഒരു വിമാനത്തിൽ ഒരുപാട് പേർ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടാണ് വിമാനം ആരംഭിച്ചപ്പോൾ ഇരുന്നത്. ഏറ്റവും മുകളിലെത്തിയപ്പോൾ അവർ സീറ്റ് ബെൽറ്റൊക്കെ ഊരി ഭക്ഷണ സാധനങ്ങളൊക്കെ വിതരണം ചെയ്യാൻ തുടങ്ങി. ഉടനെ പൈലറ്റ് ഒരു നിർദ്ദേശം നൽകി. ആ പൈലറ്റ് നൽകിയ നിർദ്ദേശം എന്താണെന്നറിയാമോ? ഉടനെ സീറ്റ് ബെൽറ്റ് ഇടുക, നമ്മൾ വലിയൊരു കൊടുങ്കാറ്റിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ വലിയ അപകടമാണ്. അപ്പോൾ ഉടനെ തന്നെ എല്ലാവരും അവരവരുടെ സീറ്റുകളിൽ പോയിരുന്നു, സീറ്റ് ബെൽറ്റ് ഇട്ടു. വലിയൊരു കൊടുങ്കാറ്റ് അവരെ അഭിമുഖീകരിച്ചു. വലിയ മരണത്തോളം പേടിച്ച് ഭയന്ന് എല്ലാവരും ഇരിക്കുകയാണ്. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ഈ ജീവിതം മുമ്പോട്ട് പോകുമോ അതോ മരണപ്പെടുമോ? വളരെയധികം ഭയം അവരെ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വിമാനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തി നോക്കിയപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് കഥാപുസ്തകങ്ങൾ വായിച്ച് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രം കോലാഹലങ്ങളും ഭയത്തിൻ്റെ ഒച്ചപ്പാടുകളെല്ലാം ഉണ്ടായിട്ടും ഈ ചെറിയ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഭയപ്പെടാതിരിക്കുന്നത് എന്ന് ആ സ്ത്രീ ചിന്തിച്ചു. അങ്ങനെ ഒരു വിധത്തിൽ കൊടുങ്കാറ്റിനെ അഭിമുഖീകരിച്ച് അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് വിമാനം പതിയെ എയർപോർട്ടിൽ ഇറങ്ങി. എല്ലാവരും ധൃതിപ്പെട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ആ എയർ ഹോസ്റ്റസ് തൻ്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ, ഒരുപാട് വിഷയങ്ങളെല്ലാം ഉണ്ടായി, എന്നാൽ അതിൻ്റെ നടുവിൽ ഒട്ടും കുലുങ്ങാതെ ഭയപ്പെടാതെ നീ കഥാപുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്താ അതിൻ്റെ കാരണം? അപ്പോൾ ആ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഈ വിമാനം ഓടിച്ചത് എൻ്റെ പിതാവാണ്, എൻ്റെ അപ്പനാണ് ഇതിൻ്റെ പൈലറ്റ്, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലും കൊടുങ്കാറ്റ് പോലെ ഒരുപാട് വിഷയങ്ങൾ വരാം. നമ്മുടെ സ്കൂളിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന്, നമ്മുടെ ഭവനത്തിൽ തന്നെ. പക്ഷെ നാം പേടിക്കേണ്ട ആവശ്യമില്ല. എന്താ കാരണം എന്നറിയാമോ? യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ പേടിക്കില്ല. അപ്പം നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ യേശു നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ബൈബിൾ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമ്മെ കൈവിടാതെ, നമ്മളെ ഉപേക്ഷിക്കാതെ അവൻ നമ്മുടെ കൂടെയുണ്ട്. ആ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് ധൈര്യത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ഓക്കെ, ബൈ. സ്നേഹത്തിന്റെ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഭവമായോ? എങ്കിൽ പേനയെടുക്കൂ, എഴുതൂ. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്ത വാരം കുസൃതികളുടെ കുസൃതികളുമായി വരുന്നത് വരെ വിടാ.